നമസ്കാരം, ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ എക്സസൈസ് 9.2-ലെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. എ റോഡ് റോളർ takes 750 complete revolutions to move once covered to level a road. Find the area of the road if the diameter of road roller is 84 centimeter and the length is 1 meter. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു റോഡ് റോളറിന്റെ പിക്ചർ കൂടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ റോഡിന്റെ ഏരിയ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് റോഡ് റോളർ, ഈ ഒരു റോഡ് റോളർ 750 ഫുൾ റൗണ്ട് മൂവ് ചെയ്യുമ്പോൾ 750 ഫുൾ റൗണ്ട് മൂവ് ചെയ്യുമ്പോൾ റോഡ് ലെവലാകുന്നു. ഈ റോഡ് ലെവലാകുന്നു എന്നാണ് പറയുന്നത്. ആ റോഡിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ റോഡ് ലെവലാകുന്നു എങ്കിൽ അത് ഫുൾ മൂവ് ചെയ്തിട്ടാണ്. ഈ ഒരു 750 കംപ്ലീറ്റ് റൗണ്ട് ചെയ്യുമ്പോഴാണ് ഈ എന്ത് ചെയ്യുന്നത്? ഈ റോഡ് ലെവലാകുന്നത്. അപ്പോഴെന്ത് കവർ ചെയ്യുന്നു? ഈ റോഡ് റോളർ ആ റോഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നു. അതായത് റോഡിന്റെ ഏരിയ അത് തന്നെയാണ്, ആ കവർ ചെയ്യുന്ന ഏരിയ ആണ് റോഡിന്റെ ഏരിയ എന്ന് പറയുന്നത്. സോ നമ്മൾക്കറിയാം റോഡ് റോളറിന്റെ ഷേപ്പ് സിലിണ്ടർ ഷേപ്പിലുള്ളതാണ് റോഡ് റോളർ. ഇവിടെ റോഡ് റോളറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 84 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അതായത് സെന്ററിലൂടെ ബൗണ്ടറിയിലേക്ക് വരക്കുന്ന ലൈനാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും എന്ത്? റേഡിയസ് ആയിട്ട് വരുന്നത്. ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 84 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ. ദെൻ അതിന്റെ ഹാഫ് ആണ് റേഡിയസ്. 84 സെന്റിമീറ്റർ 84 divided by radius is equal to, therefore radius is equal to 84 divided by 2. That's equal to 42 centimeter. 42 centimeter. Diameter is 42 centimeter and height, length തന്നിട്ടുണ്ട്. ലെങ്ത്, അതായത് ലെങ്ത് മീൻസ് റോഡ് റോളറിന്റെ ലെങ്ത് ആണ് തന്നിട്ടുള്ളത്. ലെങ്ത് എന്താണ്? അത് തന്നെയാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് നേരെ നമ്മൾക്ക് സിലിണ്ടർ മോഡലിലാണ്. അപ്പോൾ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്നത് ഇതിന്റെ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. therefore height is equal to 1 meter. Height is equal to 1 meter. ഇവിടെ ഹൈറ്റ് മീറ്ററിലാണ് തന്നത്. അതുകൊണ്ട് തന്നെ റേഡിയൻസിനെ നമ്മൾക്ക് ഏതായിട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 meter is equal to 100 സെന്റിമീറ്റർ ആണ്. 1 meter is equal to 100 സെന്റിമീറ്റർ ആണ്. therefore 1 സെന്റിമീറ്റർ, അങ്ങനെയെങ്കിൽ 1 സെന്റിമീറ്റർ എത്രയായിരിക്കും? 1/100 മീറ്റർ ആയിരിക്കും. 1/100 മീറ്റർ ആയിരിക്കും 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ is 1/100 മീറ്റർ. സോ ഇവിടെ 42 സെന്റിമീറ്റർ എന്നത് 42 divided by 100 സെന്റിമീറ്റർ. 42 divided by 100 സെന്റിമീറ്റർ. 42 divided by 100 centimeter. So height is equal to 1 meter. Then ഒരു പ്രാവശ്യം ഫുൾ റൗണ്ട്, ഈ ഒരു റോഡ് റോളർ ഒരു പ്രാവശ്യം ഫുൾ റൗണ്ട് മൂവ് ചെയ്യുമ്പോൾ, ഒരു പ്രാവശ്യം ഫുൾ റൗണ്ട് മൂവ് ചെയ്യണം. കംപ്ലീറ്റ് റെവല്യൂഷൻ നടത്തണം. അതായത് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ, കംപ്ലീറ്റ് ആയിട്ട് ഈ റോഡിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ, ഫുൾ റൗണ്ട് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയ, റോഡിന്റെ കുറച്ചൊരു പോർഷൻ ആയിരിക്കും ഇത് കവർ ചെയ്യുന്നത്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റോഡ് റോളറിന്റെ
ലാറ്ററൽ സർഫസ് ഏരിയക്ക് തുല്യമായിരിക്കും. ലാറ്ററൽ സർഫസ് ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ഇതിന്റെ കർവ്ഡ് സർഫസ് ഫേസിന് കർവ്ഡ് സർഫസ് ഏരിയക്ക് തുല്യമായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം മൂവ് ചെയ്യുന്നത്, ഫുൾ റൗണ്ട് മൂവ് ചെയ്യുന്നത് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ അറിയാം. ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr/h. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം റോഡ് റോളർ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. മൂവ് ചെയ്യുമ്പോൾ ഇത് കവർ ചെയ്യുന്ന ഏരിയ ആണ് 2πr/h എന്നത്. അതായത് റോഡ് റോളർ ഒരു പ്രാവശ്യം ഫുൾ റൗണ്ട് മൂവ് ചെയ്യുമ്പോൾ കവർ ചെയ്യുന്ന ഏരിയ ആണ് 2πr/h. അതായത് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ or curved surface area, that is 2πr/h. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏരിയ ഓഫ് എ റോഡ്. ഏരിയ ഓഫ് റോഡ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റോഡ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റോഡ് ഈസ് ഈക്വൽ ടു lateral surface area of a road roller into number of times complete revolution, number of times full round move or complete revolution is equal to 750. ഇവിടെ ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ സിലിണ്ടറിന്റെ 2πr/h into 750 equal to 2 into പൈയുടെ വാല്യൂ അറിയാം 22 divided by 7 into 42 divided by 100 into 750. 7 how many times in 42? 6 times. Then 0 വെട്ടിപ്പോവും. Then 10 5 2 times and 75 1. 25 5, that is 15. Then 2 വെട്ടിപ്പോവും. That's equal to 22 into 6 into 15. 22 into 6, 2 into 6 is 12, carrying 1. Then 2 into 6 is 12. 12 plus 1 is 13 into 15. 5 into 2 is 10, carrying 1. Then 5 into 3, 15. 15 plus 1, 16, carrying 1. Then 5 into 1, 5 plus 1 is 6. 1 into 2, 2. 1 into 3 is 3. Then 1 into 1, 1. Then 0. 6 plus 2 is 8. 6 plus 3 is 9 and 1 equal to 1980 meters square.
Area of a road is 1980 meter square. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.